míralo. Míralo. Skip. ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളീ ഭൂമി എന്ന് പറഞ്ഞാൽ പലതരം ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മളൊക്കെ കുടുംബം, എൻ്റെ വീട്ടിൽ അനിയനും അനിയത്തിയും വന്ന് കുടുംബം വലുതായതുപോലെ പലരും വന്ന് ജീവിക്കുന്ന ഇടമാണ് നമ്മുടെ ഭൂമി. ഇവിടെ ആരും കുറേ കാലം ജീവിക്കണില്ല. അങ്ങനെ ജീവിക്കുന്ന ആളാണെങ്കിൽ തന്നെ അയാൾക്ക് 1000, 2000, 3000 കഥകൾ പറഞ്ഞ് തീർക്കാണ്ടാവും. കാരണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും പലതരം അനുഭവങ്ങളും നമുക്കുണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്, റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ വരും. ഞാൻ എന്തായാലും പോവാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല അനുഭവങ്ങളും എൻ്റെ പോകുന്നതിൽ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാ പോയി. ഇതാ ഈ വരുന്നതാണ് നമ്മൾ അബൂട്ടി. അബൂട്ടി റേഷൻ കടക്കാരനാണ്. അയാളിന്ന് റേഷൻ കട അടച്ചിട്ടാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. നമുക്ക് അയാളുടെ കഥ ഒന്ന് കണ്ടു നോക്കാം. അബൂട്ടി രാഷ്ട്രീയ ചായ്വുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു നല്ല റേഷൻ കടക്കാരനാണ്. പച്ചേരിന്റെ ജാക്കറ്റ് കാര്യമാണ്. ആദ്യം ഇവിടെ ഒന്ന് അടിച്ചേരി ഇതേ നല്ല തിരക്കുണ്ടായ സാധനങ്ങളും ചാക്കുകൾ അയച്ചാണ് വണ്ടി. വെള്ളക്കാണെങ്കിൽ 4 കിലോ മട്ടേരി, ചോപ്പുകാരാണെങ്കിൽ 2 കിലോ പച്ചേരി, ആൾമ 2 കിലോ പച്ചേരി, 1 കിലോ ചാക്കേരി, 1 കിലോ പച്ചേരി മട്ടേരി. നീരാടാണെങ്കിൽ പകുതി ചാക്കേരി പച്ചേരി. നല്ല ചെങ്ങൈ പുറത്തെ പാട്ട്. BPL കാർഡിലാണെങ്കിൽ ആൾമ 2 കിലോ ചാക്കേരി, 1 കിലോ പച്ചേരി, 1 കിലോ മട്ടേരി. പിന്നെ മണ്ണെണ്ണ ഉണ്ടാവും, പിന്നെ ഗോതമ്പും ഉണ്ടാവും. ആൾമ 1 കിലോ. നീലകാടാണെന്നുണ്ടെങ്കിൽ പകുതി 5 കിലോ ചാക്കേരി, 5 കിലോ പച്ചേരി. പിന്നെ ഗോതമ്പുണ്ടാവും, മണ്ണെണ്ണ ഉണ്ടാവും. ഗോതമ്പല്ല, ആട്ടപ്പൊടി ഉണ്ടാവുക. ചോപ്പിലാണെങ്കിൽ ഗോതമ്പുണ്ടാവും, ചോപ്പിന് ആട്ടപ്പൊടി ഉണ്ടാവില്ല. മണ്ണെണ്ണക്കാരും നിൽക്കണ്ടോ. കാരണം 2 കാർഡിന് 1 കാർഡിനേ ഉണ്ടാവുള്ളൂ.
ഈ സാധനം വന്നിട്ടാണ് 10 ദിവസം 12 ദിവസം കഴിയും സാധനം വരാൻ. ഈ 10-12 ദിവസം അതിൻ്റെ അടുത്ത മണ്ണെണ്ണ വരുള്ളൂ. ആൾക്കാർക്ക് വേണ്ട ഗവൺമെന്റ് മട്ടീരിയെ കൊണ്ട് ആൾക്കാരാണ് ചെറിയ പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കേന്ദ്രത്തിന്റെ അതിലൊക്കെ പോയി നിർത്തിയില്ല. അതുപോലെ ആൾക്കാരെ പറ്റില്ല. കുറച്ച് കാലാണ് കൊടുത്ത് അതിനൊന്ന് പെട്രോളൊന്നും ദിവസത്തിന് വിലയിട്ടാണ് ടാക്സ് വാങ്ങി ലാസ്റ്റ് അരി വെളുത്തര കൊടുത്താണ്ട് ആൾക്കാരാണ് അരി വെളുത്ത കുട്ടിയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലാസ്റ്റ് ഇപ്പം എന്താ എല്ലാ സാധനത്തിനും വിലയാണ്. പെട്രോളിന് എത്ര ടാക്സ് കിട്ടി എല്ലാത്തിനും ടാക്സ് കിട്ടി. ഇതാണ് നമ്മൾ ഇബ്രായാക്ക. ഇയാൾ നമ്മൾ അബൂട്ടിയാക്കാൻ റേഷൻ കടയൊക്കെ പോയി. അങ്ങനെ പോയപ്പോഴാണ് റേഷൻ കടയിൽ ക്യൂ. പിന്നെ ഇയാൾ കാണുന്നത് മൊത്തം ക്യൂ ആണ്. ഏറ്റവും മുമ്പിൽ വരെ ക്യൂ. നമ്മൾ ബീവറേജിന് മുമ്പിലെ ക്യൂ പോലെ ഈ ഇബ്രായ്ക്ക് ക്യൂ നിന്ന് അരി വാങ്ങി ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഇബ്രായൊക്കെ എങ്ങോട്ടാ അരി കൊണ്ടുപോകുന്നത് എനിക്ക് ഇങ്ങോട്ട് പറയാൻ കഴിയില്ല. ആകെ മൂഞ്ചടാ. എക്സാമൊക്കെ ആകെ പൊട്ടി. സപ്ലി അല്ലേ, അതൊന്നും സീലടാ, നമുക്ക് സെറ്റാക്കാം. വാ ഒരു ചായ അടിച്ചു തരാം. ടീച്ചറിന് മുന്നേ എന്തൊക്കെ വില പോയി? എനിക്ക് 2 പരിപാടി അഞ്ചു തരും. എനിക്കൊന്നും വയ്യ, ഈ പോയി വാങ്ങിക്കോ. നെയ്യ് മേടിച്ചു തരുമോ? രണ്ട് പരിപാടാ. അവിടെ ഒരു 10 ഉറുപ്പിക എടുക്കാണ്ടാവും ബസ്സിന്. എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. എന്നോട് ഈ കാണുന്നവർക്കൊക്കെ അങ്ങനെ പൈസ കൊടുത്ത് തുറക്കാൻ പറഞ്ഞേ. ഇമ്മാ ഏം
ഒന്ന് കേട്ടോ നമ്മുടെ വീടിനടുത്താണ് ഒന്ന് വരും ചേട്ടാ എന്താ അറിയില്ല ക്ലാസ്സിന് നേരം വൈകി അപ്പം കണ്ടതാ ചേട്ടാ ഒന്ന് വാ ചേട്ടാ പോലെ ചേട്ടാ ഇപ്പോൾ ട്രെയിന് അടുത്ത സ്റ്റേഷനിലെത്തി. ഇത് ഫാറൂഖ്, ചെറിയ പയ്യനാണ്, +2 പഠിക്കുകയാണ്. അവനെന്തോ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോവുകയാണ്. ഈ തന്താമരലിന്റെ ഇവിടെ ഇട്ടു പിന്നീട് ഇതിപ്പോൾ തരാൻ പറ്റില്ല. കുറേ കുട്ടികളത് സ്കൂൾ കുട്ടികളെ കുറേ വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തരാം. അതിൻ്റെ മുമ്പ് വേണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തരാം. കുറേ സ്കൂൾ കുട്ടികളെ വർക്ക് ഉണ്ട്. അത് പെൺകുട്ടികളാകുമ്പോൾ ഓല് ഇവിടെ നിർത്താൻ പറ്റൂല. വേഗം പറഞ്ഞു വിടണ പോലെ. ആ 4 മണിക്ക് വന്നോണ്ടിട്ടോ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പന്തിന് ചെരുപ്പിൻ്റെ മാർക്കല്ല, പന്തിൻ്റെ ടൈം എടുക്കും. ഒരു ഉച്ചക്ക് വന്നോണ്ടിരുന്ന ഞാൻ എടുക്കൂലേ, ഞാൻ അവിടെ ഉണ്ടാവും. ഈ ചോറ് വെച്ചിട്ട് പോന്നോ? ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ 5 മണിക്കേ പോകും. ആ വന്നോ. അപ്പോൾ ഞാൻ 24 വർഷമായി ഈ പണി തുടങ്ങി. കുട നിർമ്മാണം, കുട റിപ്പയർ, ചെരുപ്പ് റിപ്പയർ, പന്ത് റിപ്പയർ, അങ്ങനെ ഇതുകൊണ്ടങ്ങനെ ജീവിച്ചു പോവുകയാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ സാധനം ചില ആൾക്കാർ തുന്നാൻ തന്നാൽ കൊണ്ടുപോകില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സാധനം ഇവിടെ സ്റ്റോക്കുണ്ട് കൊണ്ടുപോകാത്തത്. ഇപ്പോൾ വരാറിന് പോയാൽ പിന്നെ വരില്ല. ഒരു എക്സൈസിലുള്ള ഒരു സ്ത്രീ ഒരു
ഷൂ തുന്നാൻ കൊടുന്നിട്ട് നാളെ ഡ്യൂട്ടിക്ക് ഇടല്ല എന്ന് പറഞ്ഞിട്ട് ഇതേവരെ വന്നിട്ടില്ല. ഒരു മാസമായി. നാളെ ഡ്യൂട്ടിക്ക് ഇടാനായിരുന്നു കൊണ്ട് തന്നാണ്, ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും മെച്ചാണ്, തൊഴിൽ മെച്ചാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഈ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്ന കുടകളുണ്ട് കൊണ്ടുപോകാത്തത്, ചെരുപ്പുകളുണ്ട്. ചില ആൾക്കാർ മറന്നിട്ടുണ്ടാവും, ചിലവർ മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ കരുതുക വരാതിരിക്കുമ്പോൾ. അപ്പോൾ ഒരു ഷൂ ഒക്കെ തുന്നിയ 70, 80, 100. ഇപ്പം ഞാൻ ഈ തുന്നിക്കൊണ്ടിരിക്കുന്നതിന് 120 ഉറുപ്പ്യാണ്. അങ്ങനെ ഇത്തരം സാധനങ്ങൾ തുന്നി വെച്ചിട്ട് കൊണ്ടുപോകാത്ത ഒരുപാടുണ്ട് ഇവിടെ റൂമിൽ. പിന്നെ പല ജോലിയും ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ഒന്ന് പച്ച പിടിച്ചത്. പച്ച പിടിച്ചു പറഞ്ഞാൽ ജീവിച്ചു പോണത്. പഴയ കാലത്തൊക്കെ പണിയെടുത്താൽ 2 ദിവസം പണിയെടുക്കണം, 1 ദിവസം അരി വാങ്ങണമെങ്കിൽ. ഇപ്പം എന്ന് പറഞ്ഞാൽ 1 ദിവസം പണിയെടുത്താൽ 8 ദിവസം അരി വാങ്ങാം. അത്ര കൂലിയല്ലേ ഇപ്പോൾ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്, വാഴ കൃഷിയൊക്കെ ഉണ്ട്. അതിനോടൊക്കെ താല്പര്യമുള്ള ആളാണ്. പിന്നെ എനിക്ക് 3 മക്കളാണ്, 9 പേരക്കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയാണ്. മകളെ കെട്ടിച്ചിരിക്കണത്. ഓക്കും 3 കുട്ടികളുണ്ട്. മഞ്ഞപ്പട്ടി ഭാഗത്തേക്കാണ് കെട്ടിച്ചിരിക്കണത്. മക്കൾ 2 ആൺകുട്ടികൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓർക്ക് 3 കുട്ടികളുണ്ട്. ഓരിപ്പം സ്ഥലത്തില്ല, ഒരു വിദേശത്താണ്, ടൂറ് പോയതാണ്. പിന്നെ ഇപ്പോൾ വയസ്സ് 70 കഴിഞ്ഞു. ഏതാനും നിർത്താനായിക്കണ്. ഇപ്പം പോണത് സബ്സിഡിയിലാണ്. ഒറിജിനൽ കഴിഞ്ഞിരിക്കണം, സബ്സിഡിയിലാണ് ഇപ്പോൾ പോണത്. 70 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞാൽ ഇതിനൊന്നും പൈസക്ക് തർക്കമല്ല. ആൾക്കാർക്ക് പറയണ പൈസ വരും. ഈ തൊഴിൽക്ക് ആരും വരുന്നില്ല. വേറെ പുതിയതായിട്ട് ആരും വരുന്നില്ല ഈ തൊഴിൽക്ക്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് മഞ്ചേരി ഭാഗത്തൊക്കെ പണിയെടുക്കേണ്ടതല്ലാതെ ഇവിടെ ഒന്നും ആരും പുതിയതായിട്ട് വരുന്നില്ല. ഇവിടെ ഇപ്പം ഞങ്ങൾ 2 ആളുള്ളൂ ഈ പണിക്കാർ. ഇവർ രാവിലെ ഒരു 8 മണിക്ക് വന്നാൽ വൈകുന്നേരം 5 മണിക്ക് പോവും. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കൃഷിപ്പണി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് വാഴയൊക്കെ ഉണ്ട് വെട്ടാനായത്. ആകെയുള്ള ബുദ്ധിമുട്ട് ഈ തന്നത് കൊണ്ടുപോകാത്ത പ്രശ്നമാണ്. ഇപ്പോൾ ഒരു എക്സൈസിലോ ഒരു ജോലിക്കാർ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ മാസം ശമ്പളം വാങ്ങിയാൽ ആ സാധനം കൊടുന്നു തന്നിട്ട് 1 മാസം ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അത് നമുക്ക് തുന്നിയ 70-80 ഉറുപ്പ്യ തരേണ്ടതാണ്. അതിപ്പോൾ നമുക്ക് അവിടെ കിടക്കുക. അങ്ങനത്തെ ഒരുപാട് സാധനം റൂമിലുണ്ട്. വേണ്ടോ? ഇതൊക്കെ പണിയെടുത്ത് വെച്ചാൽ എന്നോ തന്നതാ. അപ്പോൾ ഈ പന്തൊക്കെ ഇന്നലെ 5 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല. ഓനിപ്പോൾ ചിലപ്പോൾ എൻ്റെ വാച്ചിൽ 5 മണി ആയിട്ടുണ്ടാവില്ല. ഓടാത്ത വാച്ചാണ് ഈ കരം കെട്ടിയേക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ഒരാൾ പണിയില്ലാന്ന് ആരെങ്കിലും പറഞ്ഞ് നടക്കണ്ടേ ഓൻ വിഡ്ഢിയാണ്. കാരണം പണിയില്ലാത്ത പ്രശ്നമല്ല, പണിയെടുക്കാൻ തയ്യാറ് വേണം. തയ്യാറുണ്ടെങ്കിൽ പണിയുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ മൊബൈലുമ്പോൾ തോണ്ടിയിരിക്കുന്ന പണിയാണ് ആൾക്കാർക്ക്. പണിക്ക് പോവുകയല്ല. അതിന് കാരണം തന്നെയാണ് 1 ദിവസം പണിയെടുത്ത് 8 ദിവസം ജീവിക്കാം. ഇപ്പോൾ 1000 ഉറുപ്പ്യ കൂലിയാണ്. അന്ന് 4 ഉറുപ്പ്യ കൂലിയാണ്. 1 കിലോ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ 6 ഉറുപ്പ്യാണ്. 1 ദിവസം പണിയെടുത്താൽ 3.5 ഉറുപ്പ്യ കിട്ടുക. ഇന്ന് 1 ദിവസം പണിയെടുത്താൽ 8 ദിവസം അരി വാങ്ങാം. ആ വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ 1 ദിവസം പണിയെടുത്തിട്ട് ബാക്കിയിൽ 7 ദിവസം പോകണമെന്ന് തോണ്ടുകയാണ് ചെക്കന്മാർ. ശരിയല്ലേ? എൻ്റെ വാപ്പയൊക്കെ വീട് അരച്ചിട്ട് ഒരാഴ്ച വീട് അരച്ചാൽ 2 കിലോ അരി വാങ്ങാൻ കഴിയില്ല. ഒന്ന് 2 മണിക്കൂർ പണിയെടുത്താൽ ഒരാഴ്ച കിലോ അരി വാങ്ങി.
അപ്പോൾ നമ്മളെ അടുത്തേക്ക് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരും. കാരണം സാധനങ്ങൾ നമ്മളെയൊക്കെ ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളെ അടുത്തേക്ക് പല സ്ഥലത്തു നിന്നും വരും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇത് ഈ മേഖലയ്ക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആരും വരുന്നില്ല, വരികയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ പൈസ 50 റുപ്യ. ഈ കാണുന്ന ഫാറൂഖിനെ നമ്മളെല്ലാവരും കീപ്പ് ചെയ്യണം. എല്ലാ മനുഷ്യന്മാരും ഓൻ്റെ റൂട്ടീൻ കണ്ട് പഠിക്കണം. കാരണം ഈ പയ്യൻ ഇന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം റൂട്ടീനായിട്ട് നടക്കാൻ പോകും. ഭയങ്കര ദൈവവിശ്വാസമുള്ള പയ്യനാണ്. അതുകൊണ്ട് തന്നെ അവന് പള്ളിക്കും പോകും. പിന്നെ ഉമ്മാരി പനി ഹെൽപ്പും ചെയ്യും. ഇങ്ങനെയുള്ളൊരു സാധിച്ചെത്തും. അങ്ങനെയുള്ളൊരു പയ്യനാണ് ഫാറൂഖ്. ഓൻ നിങ്ങളൊന്ന് കാണും. നമ്മളീ പറഞ്ഞ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അത്രയ്ക്ക് നോക്കി കാണുന്നൊരു മനുഷ്യനാണ്. ഭയങ്കര രസമാണ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കുട്ടികളും ഇതുപോലെ ആവണമെന്നാണ്. ഫാറൂഖ് എന്ന് രാവിലെ വൈകുന്നേരം നടക്കാറുണ്ട്. എന്നിട്ട് ഓൻ നടക്കും, സുഖസുന്ദരമായിട്ട് നടക്കും. എനിക്ക് തോന്നുന്നത് ഈ എക്സസൈസ് കൊണ്ടാണ് അവന് ഭയങ്കര ഫെസിലിറ്റി ഉണ്ട്. ആ നടത്തം കിട്ടിയില്ലെങ്കിൽ അവനൊരു പരിപാടിയാണ്. അവന് ബീച്ചിൽ കൂടെ നടക്കുകയാണ്. എല്ലാവരും നോക്കി കാണുന്നുണ്ട്.
ഇപ്പോൾ ലാസി സ്ഥലം എത്താനായിട്ടുണ്ട്. പിന്നെ ഈ പോകാൻ പോകുന്ന സ്ഥലം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇനി എന്നോട് പോകാൻ പറയരുത്, കാരണം എനിക്ക് ഇനി ഒഴിവൊന്നുമില്ല. ഞാൻ ഫ്രീ അല്ല, കാരണം കുറേ വർക്ക് ഉണ്ട് പെൻഡിങ് കിടക്കണേ. അതുകൊണ്ട് ഇനി പോകാൻ പറയരുത് കേട്ടോ. അപ്പം ശരി. ലാസിനെ പോലെ കുറേ ജീവികളുണ്ട്, ലാസിനെ പോലെ അല്ലാത്തതുണ്ട്. അതായത് ഒരു മീമുള്ളിന് കാത്തു നിൽക്കുന്നവരുണ്ട്. അതായത് പുറത്തുള്ള അമ്മമാർ ആ മീമുള്ളിൽ കാത്തു നിൽക്കുന്ന ലാസിമാരുണ്ട്. പക്ഷേ ഈ ലാസിയുടെ പ്രത്യേകത എന്താണ്? ഈ ലാസി പ്രിവിലേജാണ്. ലാസിക്ക് ആഗ്രഹമുള്ള പലതുണ്ട്. ലാസി അത്രക്കും പ്രത്യേകതയാണ്. ലാസി ഭയങ്കര ലാവിഷാണ്. പക്ഷേ ലാസിനെ പോലത്തെ അല്ലാത്ത പല ആളുകളുണ്ട്. ഒരു മീമുള്ളിൽ കിട്ടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. ഒരു മീമുള്ളിൽ കിട്ടിയ ലൈഫ് പ്രിവിലേജായി എന്ന് കരുതുന്ന കുറേ വേറെ ലാസിമാരുണ്ട്. പക്ഷേ ഈ ലാസി വേറെയാണ്. ആ ലാസിയെ നമുക്ക് കാണാം. എന്താണ്? എൻ്റെ ചേട്ടക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ഇന്നലെയാണ് നമ്മൾ പോയി വന്നത്. എന്നും ഇങ്ങനെ പോകാനൊന്നും കഴിയൂല, കാരണം എനിക്ക് കുറേ വർക്ക് പെൻഡിങ് ഉണ്ട്. നടക്കൂല, ഓടുന്നു. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇത് നമ്മളെ ഫാറൂഖാണ്. ഫാറൂഖ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ലാസിനെ കാണുന്നത്. ദാ സത്താറ്. ഞാൻ പോട്ടോ. വലൈക്കും സലാം. ഒന്നുമില്ലടാ, കടിക്ക് സാധനം എടുക്കാൻ പോകണ്ട്. ഹലോ, ആറാഴ്ചേട്ടാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ ഇനി എന്താ ഫോൺ എടുക്കാൻ. ഓക്കെ, ഞാൻ ഇപ്പം എത്തും. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സാധനങ്ങൾ എടുത്താ പോയിട്ട് കുറച്ച് പരിപാടിയില്ല. തരും. എന്നാ സത്താർദായി ഇവിടെ ടെക്സ്റ്റൈൽ പണിയെടുക്കാൻ ആളാണ്. മറ്റെന്തോ സ്റ്റോക്ക് എടുക്കാൻ വന്നതാണ്. അതിൻ്റെ ഇടയിൽ പള്ളിയിലേക്ക് വന്നതാണ് ഈ സത്താർ. അതാണ് നമ്മളെ ജോഷി. ജോഷി ഹോം ഡെലിവറി ബോയ് ആണെന്ന് പറയാം. പക്ഷേ ആശാൻ ഹോം ഡെലിവറി ബോയ് മാത്രമല്ല, അത് വല്ലാത്ത സിനിമാണവരാണ്. പക്ഷേ ഈ സിനിമയൊക്കെ എടുക്കാൻ വേണ്ടി പാർട്ട് ടൈമായി ജോലി ചെയ്യാണ് ജോഷി എന്ന് പറയാം. ജോലി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും പ്രിവിലേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ജോലിയും ചെയ്യണം, പക്ഷേ അതിൽ പ്രിവിലേജായിട്ട് വർക്ക് ചെയ്താൽ മതി എന്നുള്ളത്. ജോഷി എന്താ ചെയ്യണമെന്ന് നോക്കി എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങി അവർക്ക് വേണ്ടത് സമയത്ത് എത്തിച്ചു കൊടുക്കുന്നു. ജോഷി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജോഷിക്ക് അവൻ്റെ ഉള്ളിൽ ഒരു പ്ലാനുണ്ട്. ആഗ്രഹം അല്ല, ജീവിതാഭിലാഷമാണ് ജോഷിയുടെ. ജോഷിക്ക് സിനിമ പിടിക്കാനാണ് ആഗ്രഹം.
തീർച്ചയായും ജോഷിയുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടുകയെന്ന് ചെയ്യും. കാരണം ജോഷിയുടെ നേരത്തെ എൻ്റെ സ്പീഡ് പക്ഷെ അത്രയും പവറാണ്. അങ്ങനെ ജോഷി ലാസ്റ്റ് ഡെലിവറിയിൽ കണ്ടെത്തുന്ന ഒരാളാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പെയിൻറ്ററുടെ കയ്യിലായിരിക്കും. ഓക്കെ കയറിക്കോളി. റോഡിലൊക്കെ ആകെ ബ്ലോക്കാവും. ആ ഭാഗത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ തൊട്ടടുത്താണ് മാർക്കറ്റ്. കുറേ ആൾക്കാരുണ്ടാവും. ഇതാ ഇടണിട്ടൊരു പുയ. ഈ ബ്ലൈൻഡ് മാൻ്റെ പേരെന്ന് പറയുന്നത് ബാബു എന്നാണ്. ഇയാൾ ജോലിയൊക്കെ ചെയ്യും. ഇവരെക്കുറിച്ച് നമുക്കൊന്നും പറയാനൊന്നുമില്ല. ഇരുട്ടിലൂടെ കാണുന്ന കാഴ്ചയിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇരുട്ടിലൂടെ പോകുന്ന യാത്രകളും ഈ ഇരുട്ടിലൂടെ കാണുന്ന കാഴ്ചകൾ ഉണ്ടാക്കിയെടുക്കുന്ന കഥകളും. ചില ദിവസം അയാൾ ജോലിക്ക് പോവാതെ അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടി തുറന്നു വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭൂമിയുടെ പല കാഴ്ചകളും കാണാൻ വേണ്ടി ഇറങ്ങി സഞ്ചരിക്കും. പുഴയുടെ സൗണ്ട് കേൾക്കാൻ, അതായത് പുഴയുടെ
നദിയുടെ ഒഴുക്കുകളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയും ചന്തയുടെ കലപില സൗണ്ട് ആസ്വദിക്കാൻ വേണ്ടിയും ലോകത്തുള്ള എല്ലാ പ്രകൃതിയുള്ള സൗണ്ടുകളും ശേഖരിക്കാൻ വേണ്ടിയും അദ്ദേഹം നടത്തുന്ന ഒരു യാത്രയുണ്ട്. അതിവിടെ വിവരിച്ചു കഴിഞ്ഞാലൊന്നും തീരില്ല. അങ്ങനത്തെ യാത്രകളാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന യാത്രയുടെ 10 മടങ്ങ് നീണ്ടു നിൽക്കുന്നൊരു കഥയാണ് ഈ ബാബുവിൻ്റെ കഥ. ഈ മനുഷ്യൻ സൗണ്ടിലൂടെയാണ് ജീവിക്കുന്നത്. ശബ്ദമാണ് ഇയാളുടെ കാഴ്ച. ശബ്ദത്തിൽ ഇയാൾ ഉണ്ടാക്കുന്ന ഒരു ലോകമുണ്ട്. കുഞ്ചിനെ പറ്റി സിനിമയാണ്, പഠിക്കുന്ന സിനിമയാണ്. സിനിമ കാരണം കുഞ്ചിനെ പോലത്തെ ആളുകളെ കുറിച്ച് പറയുന്നതാണ് സിനിമ. നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യനെ കുറിച്ചുള്ള പഠനവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതാണ് സിനിമ. അപ്പോൾ നമ്മൾ സിനിമ എടുക്കുകയാണെങ്കിലും ഡോക്യുമെൻ്ററി സിനിമ എടുക്കുകയാണെങ്കിലും മനുഷ്യനെ മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിഞ്ഞ് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ബേസിൽ നിന്നുണ്ടായി വരുന്നതാണ് സിനിമ. ഞാൻ ഈ ടെക്നിക്കാലിറ്റികൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഇല്ല. അങ്ങനെ വരുമ്പോൾ കുഞ്ചിനെ പോലത്തെ ആളുകളെ കുറിച്ച് പറയല് നിർബന്ധമാണ് ഈ മുമ്പിൽ. കുഞ്ചിനെ പോലത്തെ ആളുകളെ കുറിച്ച് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മുമ്പിൽ. എന്താണ് പേര്? കുഞ്ഞുമോയി. എന്താ പണി? പണി പിന്നെ ഈ അവല് ചീച്ച കൊണ്ടുപോകും. ചിലപ്പോൾ ചീച്ച ഹാൻ്റെ അതും ഇതും കൊണ്ട് കിടന്നിനാവും. വക്കലും ഇല്ല. അതിപ്പോൾ ഈ പന്നികളൊക്കെ എടുക്കൽ തുടങ്ങിയപ്പോൾ അതൊന്നും ഇപ്പോൾ എടുക്കലില്ല. അതൊരു ചെയ്തിനു, നെല്ലൊക്കെ ഉണ്ടാക്കിനു. അതിപ്പോൾ ഒക്കെ മാറ്റി. ഒക്കെ കവുങ്ങാണ്. മറ്റേ ഇപ്പം അത് എന്തെങ്കിലുമൊക്കെ അടക്കക്കുപ്പ കവുങ്ങിനൊക്കെ കേടാണ്. കരി മഞ്ഞളിപ്പേ അവല് നമ്മൾ പിന്നെ മേടിച്ചു കൊണ്ടുപോകല. മേടിച്ചു കൊണ്ടുപോകും. ഇടിച്ചീനും ഇവിടെ കഴിഞ്ഞ് ഇപ്പം അടിച്ചാലൊന്നുമില്ല. അപ്പം അത് മേടിച്ചു കൊണ്ടുപോകും. എത്ര ഒരു ദിവസം എത്ര എടുക്കുക? അതിപ്പോൾ എടുക്കലൊരു 10-15 ഒക്കെ എടുക്കും. അതൊക്കെ അങ്ങനെ നടന്ന് അങ്ങനെ കയ്യലുണ്ട്. കുറേ നടക്കുമോ? കുറേ നടക്കാതെ കയ്യോളം നടക്കും. അതൊക്കെ കയ്യും. ഒരു 2 മണിയാകുമ്പോഴേക്കിനൊക്കെ കയ്യും. വീട്ടിലിപ്പോൾ പെണ്ണുങ്ങളും ഞാൻ തന്നെയുള്ളൂ. കുട്ടികളൊക്കെ വരുമ്പോഴുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ കെട്ടിച്ചു കൊടുത്തല്ലേ. മക്കൾ 6 ആളുണ്ട്. 6 കുട്ടികളാണ്. ഒക്കെ പെൺകുട്ടികളാണ്. ആൺകുട്ടികളില്ല. അവൊക്കെ കെട്ടിച്ചു. അത് ബസ്സിന് വന്നങ്ങാണ്ട് അങ്ങനെ കൊണ്ടുപോകും ഞാൻ. അങ്ങനെ എടുക്കൽ പാണ്ടിക്കാടാ. ബസ്സിന് പോകും. അവിടുന്ന് ഇങ്ങോട്ട് ബസ്സിന് വരും. അവിടുന്നൊന്നും തുടങ്ങൂല. ഞാൻ ചെറുകൂട്ടിൽ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകല. നടക്കൽ ഇപ്പോൾ അത് കയ്യോളം നടക്കും. നടന്ന് വെക്കും. കൊടുക്കൽ ലിറ്ററായിട്ട് ഇങ്ങനെ കൊടുക്കലാണ്. അതിപ്പോൾ 25 ഒക്കെ തരും. 25-30 വരുന്നോലും ഉണ്ട്. 25 വരുന്നോലും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പം. ഒക്കെ കുറച്ച് വിലയും കൂടിയൊക്കെയാണ്. അപ്പം അങ്ങനെ വയ്ക്കണോ കൊണ്ടുപോകും. വയ്ക്കുമ്പോൾ അത് കാലം കുറേ അയക്കണു. ഇതിപ്പോൾ ഒരു 10-60 കൊല്ലമൊക്കെ അയക്കണു. വേറെ പരിപാടി ഇപ്പം ഈ ഇത് തന്നെ വയൻ്റെ അത് ഇപ്പം ഞാൻ വക്കലുമില്ല. കൊത്തി കളക്കാനും വയ്ക്കൂല. അപ്പം അങ്ങനെ പൂതിക്കൊരു കാല് അന്നൊക്കെ അങ്ങനെ വെക്കും. അത് വെച്ചാലും ഇപ്പം ഒരു പൂപ്പാണ്. ഇതിനൊക്കെ ഈ നീന്തറക്കൈ അപ്പം ശരിയാലില്ല. അപ്പം ഞാനത് മാറ്റി. മറ്റേ വയനേനും മുമ്പൊക്കെ കുറേ കൊത്തി കാച്ച് നടക്കും. നെല്ലുണ്ടാക്കി നെല്ലും മണി നടന്നു. അതൊന്നും ഇപ്പം ചൊക്കാണില്ല. അപ്പോൾ ഒക്കെ ഇപ്പം ഇത് തന്നെ പന്നിയും കേടി എത്തുകയാണ്. അപ്പോൾ ശരിയാവില്ല. എല്ലായിടത്തൊക്കെ ഉണ്ട് നെല്ലൊക്കെ.
കൃഷി ചെയ്യുന്നു പറഞ്ഞല്ലോ അല്ലേ? കൃഷി. അപ്പോൾ പിന്നെ ഈ അവല് കൊണ്ടെടുക്കുന്ന ആ ഒരു ഇതിക്ക് എങ്ങനെ മാറി നിങ്ങൾ? അന്നൊക്കെ ഫസ്റ്റ് തുടങ്ങി ആരെങ്കിലും പറഞ്ഞ അങ്ങനെ എന്താ? അതിപ്പോ ഇപ്പാക്കൊക്കെ അവൻ്റെ ഒരു പടേ അപ്പം അന്ന് അത് അപ്പയൊക്കെ ഒഴിച്ച് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ നെല്ല് കൊണ്ടുവരലും അങ്ങനെ ചേലായി അങ്ങനെ അയിമ തിരിഞ്ഞതാ. അതാണിപ്പോൾ അത്. ഇപ്പം എന്നെ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പിന്നെ അങ്ങനെ പോയി ഇടിച്ച് ഉണ്ടാക്കും. ഞാനത് കൊണ്ടുപോയി പീടിയിൽ കടകളിൽ ഇങ്ങനെ കൊടുക്കുകയും ചായക്കടകളിൽ അങ്ങനെ കൊടുക്കലേ. അങ്ങനെയാണ് ചേലായി. പിന്നെ അങ്ങനെ അയിമ അങ്ങനെ പോകൽ തുടങ്ങി. വാങ്ങിയാണ്. അതിപ്പം വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായി കാണണം. അത് കുറച്ച് കുട്ടികൾ ചെറുത് ഒന്നും കൊണ്ടുവരും. അതങ്ങനെ ആവുമ്പോൾ അങ്ങനെ അങ്ങനെ വിൽക്കും. അങ്ങനെ ആണിപ്പോൾ അത്. ഇല്ല അഞ്ചിൻ്റെളം ചുണ്ടും വേണ്ട. അപ്പം അങ്ങനെ കൊണ്ട് അടക്കലാണ്. മല്ലിപ്പോൾ അതൊക്കെ മല്ലി തന്നെയാണ്. നല്ല അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഒന്നും നടക്കൂല. അത് ചിലപ്പോൾ കൂടി കയറ്റി അരിയലുണ്ട്, ചിലപ്പോൾ 24 വന്ന് അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളിങ്ങനെ വരുമ്പോൾ അറിയും. അതൊക്കെ അറിയും. അതൊക്കെ അങ്ങനെ പോകല് തന്നെയാണ്. മാണ്ടേന്ന് ചോദിച്ചും അങ്ങനെ പോകും. ചെരുപ്പ് ഇടലില്ല ഞാൻ. അങ്ങനെ പോകല്ലേ തന്നെ ആ ചെരുപ്പ്. ഞാൻ എല്ലാവരും ചോദിച്ചു നിങ്ങൾക്കൊരു ചെരുപ്പ് ഇട്ടൂടെ അറിയും. അത് കാണുമ്പോൾ ഒരു ഗതിയാടാ കല്ലുത്തങ്ങി. അപ്പം പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ചേലായിക്കണം. ചെരുപ്പ് എടുക്കലുണ്ട് നമ്മൾ. അങ്ങനെ പള്ളിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എടുക്കും. അങ്ങോട്ടൊക്കെ എടുക്കും. മറ്റേ പിന്നപ്പോൾ അത് അങ്ങനെ കല്ലുത്തണോ കാലിന് തോലുണ്ട്. അതാണ് മറ്റത്. ഇപ്പോൾ അത് അറിയില്ല. മറ്റേ ചെരുപ്പില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കല്ല് കൂടി അടി അടക്കാൻ കഴിയൂല. അങ്ങനെ അപ്പം ഉണ്ട്. അത് തന്നെ. അതാണ് ഇപ്പോൾ. പിന്നെ ചെരുപ്പിടാത്തോല് ചുരുക്കാനുള്ളൂ. മറ്റൊക്കെ ചെരുപ്പ് തന്നെയല്ലേ. മറ്റേ കഴിയൂല. അപ്പോൾ അതിനൊന്നുമില്ല. അതിനിങ്ങനെ വെയിലാവുമ്പോൾ അങ്ങനെ കുഴങ്ങും. അല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ. പിന്നെ ഈ കാൽ ചായയൊക്കെ കുടിച്ചും പിടിയുന്നേ. വൈകുന്നേരമൊന്നും അല്ല, ഒരു 2-2:30 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ വരും. കഴിഞ്ഞ് വരും. ഇവിടെ കഴിക്കും. പിന്നെ ചായ കുടിച്ചാൽ ഓരോ ചായയൊക്കെ ഞാൻ പീടിയിൽ കുടിച്ചും. അങ്ങനെ കുഴങ്ങിയിരിക്കണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല. അങ്ങനെ അവലും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ പോണ വീട്ടുകാരൊക്കെ എന്താ പറയുക? ഓലൊക്കെ അങ്ങനെ പിന്നെ വിളിച്ച് മാണെങ്കിൽ മാണെന്ന് പറയും. പിന്നെ മാണ്ടെങ്കിൽ മാണ്ട അറിയും. അങ്ങനെയൊക്കെയാണ് ഇപ്പം അത്. നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഓല് മാണെങ്കിൽ എടുക്കും ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട എടുത്തുണ്ട് അറിയും. അങ്ങനെയൊക്കെയാണ് അപ്പം അത്. ഇതൊരു ജേർണലിസം വിദ്യാർത്ഥിയാണ്. ഇവർ മനുഷ്യനെ നോക്കി കാണുന്ന കാഴ്ചപ്പാടാണിത്. ഇങ്ങനെ എല്ലാവരും ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇതീ പറയുന്നത് ഒരു മനുഷ്യൻ്റെ സങ്കടവും സന്തോഷവും അനുഭവങ്ങളും എല്ലാം കൂടി പിടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വർക്ക് ഓഫ് ആർട്ട്. അതായത് ഒരു അത്ഭുതമാണ് ഈ കുട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഉണ്ടാക്കുകയാണ് ഈ പയ്യൻ. ഈ പയ്യൻ്റെ പേരാണ് അൻഷിഫ്. അവൻ്റെ നാട്ടിലുള്ള ആളാണ് ഈ കുഞ്ഞാൻ. ഈ അൻഷിഫ് എന്ന പയ്യൻ ദിവസവും കാണുന്ന ആളാണ് ഈ കുഞ്ഞാൻ. അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഈ പയ്യൻ അവൻ്റെ നാട്ടിലുള്ള ഈ കുഞ്ഞാനെ വെച്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കാരണം അവൻ ജനിച്ചത് മുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാൻ. എന്നിട്ട് നിങ്ങൾ പോകുകയാണ്. വലിയ ഉപകാരം. 啊。 വലിയ ഉപകാരം. 啊。 വലിയ ഉപകാരം. 啊。 വലിയ ഉപകാരം. 啊。 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 വലിയ ഉപകാരം. ആ
ആയിക്കോട്ടെ സലാം ഇപ്പോൾ കോഴി ആയിക്കോട്ടെ അതായിക്കോട്ടെ അപ്പൊ ചായ പല ഉണ്ടാക്കിയുണ്ട് ആയിക്കോട്ടെ ഇല്ല അത് നമ്മക്കില്ലേ പറഞ്ഞു മനുഷ്യന്മാർ പല കാര്യത്തിലും അഡിക്റ്റ് ആവും. ഈ അഡിക്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള അഡിക്റ്റുകളുണ്ട്. ഈ അഡിക്റ്റായ മനുഷ്യരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റപ്പെടുത്തേണ്ടത് ഈ പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്തണം.
കാരണം അയാളുടെ സാഹചര്യത്തിനുണ്ടായി വന്ന ഒരു ഫ്രസ്ട്രേഷന് പുറത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ അഡിക്ഷൻ. അതുകൊണ്ട് നമ്മൾ ലൈഫിൽ ദിനമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ജീവിതത്തിൽ ദിനം ദിനം എന്താണോ ചെയ്യുന്നത് അത് എപ്പോഴും നിലനിർത്തും. അതിപ്പം ദിനം ദിനം തെറ്റായ കാര്യമാണെങ്കിൽ അത് വ്യക്തിയായി കിടക്കും. അതിപ്പോൾ ശരിയായ കാര്യമാണെങ്കിൽ അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശരിയായ പാത തുറക്കും. എന്നാലേ ഞാൻ അവിടെ ഇറങ്ങുകയാണ്. എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിക്കണേ. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ പോവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ട്രെയിനിൽ തന്നെ കയറി പോയിക്കോളി. ഞാൻ എന്തായാലും പോവാണ്. ആ കാണാം, ശരി. Hello, Benito. 1 minuto. 1 minuto. Hello.